പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും ചായ കുടിച്ചോ? മക്കളൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞു. എക്സാമുള്ള പിള്ളേരുണ്ടാവും, എല്ലാവരും വന്നു. അപ്പം ചായയൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ജോലിക്ക് പോയവരുണ്ടാവും, പണിക്ക് ഉള്ളവരുണ്ടാവും. അവർക്കെല്ലാം ഓരോ ചായയൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ കുടിക്കാം നമുക്ക്. അപ്പം പനിയാട്ടോ, പനിയാണ്ട് ഇന്ന് പറമ്പിലൊന്നും ഇറങ്ങിയില്ല. അപ്പം തോന്നിയൊരു ഉപ്മാവ് ഉണ്ടാക്കിയാലോ, എന്തൊക്കെയോ തിന്നണമെന്നൊരു മോഹം. അങ്ങനെ ഒരു ഉപ്മാവിൻ്റെ ചെറിയൊരു പണിപ്പുറയെ നമുക്ക് നോക്കാം. എല്ലാവരും ഈ നിമിഷം വരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് മെസ്സേജിൽ കൂടിയും അല്ലാതെയും എല്ലാം വിളിച്ചും എല്ലാം അറിയിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര്. അവരോടൊക്കെ അതിയായ സ്നേഹവും എന്താ പറയുക, എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. അതാണ് നമ്മുടെ സ്നേഹം പങ്കുവെക്കുക. അതൊരു ചായക്കൂടി ആയാലും അല്ലാണ്ടായാലും എങ്ങനെയാണേലും. അങ്ങനെ നമുക്കൊരു ഉപ്മാവിൻ്റെ പണിപ്പുര എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. അപ്പം നമുക്ക് വേണ്ട ചെറിയൊരു മുറി തേങ്ങ, കുറേയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ഒരു പൊടിക്ക്, ചെറിയൊരു സവാള, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ. പിന്നെ വേണ്ടത് പച്ചമുളക്, ഒരു ക്യാരറ്റ്, പിന്നെ ഇഞ്ചി, പിന്നെ സവാളയും നമ്മുടെ ആഗ്രഹത്തിനൊത്താവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഫുഡ്. അല്ലാണ്ട് ഒരുപാട് വലിയ സംഭവങ്ങളിലിട്ട് ചേർക്കുന്നതല്ലാതെ നമ്മളുടെ രുചിക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ആയിരിക്കട്ടെ. പിന്നെ കരിവേപ്പില വേണം കേട്ടോ. അപ്പോൾ കുനുകുനാന്നരിഞ്ഞ സവോളയും കുനുകുനാന്നരിഞ്ഞ ഇഞ്ചിയും മുളകും ക്യാരറ്റും എല്ലാം റെഡിയായിട്ടുണ്ട്. അപ്പോൾ അടുത്തത് എന്ന് പറയുന്നത്, നമുക്ക് ചീഞ്ചട്ടി ചൂടാക്കണം. അങ്ങനെ റവ എന്ത് ചെയ്യണം, വറുത്തെടുക്കണം. അങ്ങനെ ചെറിയൊരു മേക്കിംഗ് പരിപാടി. അപ്പോൾ നമുക്കിതൊന്ന് വറുത്ത് നല്ല വൃത്തിക്കെടുക്കാം കേട്ടോ. എനിക്കങ്ങനെ വലിയ കുക്കിംഗ് ഒന്നും അറിയുന്നില്ല കേട്ടോ, എല്ലാം ഒരു പരീക്ഷണമാണ്. ചുമ്മാ 4 മണിക്ക് ഏതായാലും പനിയൊക്കെയാണ്, അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെട്ടാലോ. അങ്ങനെ റവ നല്ലോണം വറുത്തെടുത്തു. അങ്ങനെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും എടുത്ത് നമുക്കൊന്ന് ഉള്ളിയും ക്യാരറ്റും അത് ഇഞ്ചിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താലോ. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും എന്താ പറയുക, ക്യാരറ്റും മുളകും എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് കേട്ടോ. അങ്ങനെ അതെല്ലാം പാകമായി, നമുക്കൊന്ന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്. ഇതിനകത്ത് 2 സാധനത്തിൻ്റെ കുറവുണ്ട് കേട്ടോ. ഒന്ന് കപ്പലണ്ടീൻ്റെയും മുന്തിരിങ്ങേൻ്റെയും. ആ കുറവ് നമ്മൾക്ക് എപ്പോഴെങ്കിലും പരിഹരിക്കാം. അങ്ങനെ ചായയും റെഡിയായി. പ്രിയ കൂട്ടുകാരെ, അപ്പം ഇന്നത്തെ ഉപ്പുമാവിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഉപ്പുമാവായി, ചായയായി. അപ്പോൾ എല്ലാവരും പോയി ഒരു ചായയെല്ലാം കുടിക്കേ. അല്ല, അപ്പോൾ എല്ലാവരോടും, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വ്യക്തികളോടും നന്മ നിറഞ്ഞ സ്നേഹത്തോടെ നല്ലൊരു ദിനം ആശംസിക്കുന്നു.